Hello guys, welcome to a new video. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, കാരണം ഞാൻ ഇടവിട്ട് ലോങ് വീഡിയോസ് ചെയ്യാറുണ്ട്, അതുപോലെ എല്ലാ ദിവസവും ഷോർട്സ് ഇടാറുണ്ട്. 2 ദിവസമായിട്ട് ഷോർട്സ് ഇടാൻ പറ്റിയിട്ടില്ല, അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരാഴ്ചയായി എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എക്സാമിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ടെൻഷനൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാലും ഞാൻ എക്സാം എഴുതാൻ പോയത് ബാംഗ്ലൂരാണ്. അവിടെ വെച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമൊന്നും കിട്ടിയിട്ടല്ല, പിന്നെ ടെൻഷനും അതൊക്കെ ആയിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തു. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ഒരു ഫേസ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഗ്ലോ ആവാനും, അതുപോലെ ടാനൊക്കെ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയാൽ, അല്ലെങ്കിൽ കുറച്ചാളത്തേക്ക് സ്കിൻ കെയർ നോക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളവരുടെ ഫേസൊക്കെ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും ബോറടിപ്പിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. ഇതിലാദ്യം ഞാൻ ഫേസ് പാക്കിൻ്റെ കാര്യം പറയാം, കാരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഫേസ് പാക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാമല്ലോ അല്ലേ, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫേസ് പാക്കിനെ കുറിച്ചായിട്ട് ആദ്യം പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ വേണ്ടി വരുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ മതിയായിരിക്കും. ഇനി നിങ്ങൾ ഫേസിൽ മാത്രമല്ല നെക്കിലും അതുപോലെ ഹാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്, അതും ഒരു 2 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ അരി കഴുകിയ വെള്ളം, അതുപോലെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഏതായാലും മതി, ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്യണ പ്രോസസ്സാട്ടോ. ഇതിനായിട്ട് നമ്മൾ പാലെടുക്കുക, അതിലേക്ക് തേൻ ആഡ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ അരിപ്പൊടി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അത്യാവശ്യം തിക്കായിട്ടൊരു പേസ്റ്റ് പോലെ വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം കേട്ടോ, ഉണങ്ങി കഴിയുമ്പോൾ. ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം, എനിക്ക് റിസൾട്ട് തന്നൊരു ഫേസ് പാക്കാണ്. ഞാനിത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ട്രൈ ചെയ്തതാണ്. കാരണം നമുക്കറിയാം, തേൻ, പാല്, അതുപോലെ അരിപ്പൊടി, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഫേസ് ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യണ അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തൊരു 3 ആഴ്ചയെന്ന് തോന്നുന്നു. 3 ആഴ്ചയായപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ അത്യാവശ്യം ടാനൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു, കാരണം ഞാൻ തെണ്ടി കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയായി ചെയ്തതാണ്. മുഖത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് നല്ല ടാൻ ഉണ്ടായി, അതൊക്കെ റിമൂവ് ആയി. ഇനി എനിക്ക് ഡാർക്ക് സർക്കിൾസും കൂടി റിമൂവ് ആക്കണം. അപ്പോൾ അതിന് പറ്റിയ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റെമഡി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു ഫേസ് പാക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടി. പിന്നെ പലരുടെയും സ്കിൻ അനുസരിച്ച് നിങ്ങൾക്ക് പാലൊക്കെ ഒഴിവാക്കാം, അതിന് വരെ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോട്ടാ. പല ഷോർട്സ് ഇടുമ്പോഴും അതിൽ വരുന്ന കമൻറ്റാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കോപ്പി അടിച്ച് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാ ഷോർട്ട് വീഡിയോസൊന്നും അങ്ങനെ കോപ്പി അടിച്ച് ചെയ്യണ ഇതൊന്നുമല്ല. നമ്മൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വേറെ വല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗമൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത്. ലോങ് വീഡിയോസിൽ ഒന്നുപോലും ഞാൻ കോപ്പി അടിച്ച ഒരു വീഡിയോസും ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ ഐഡിയാസിൽ തോന്നുന്ന കണ്ടൻസും വീഡിയോസാണ് ഷെയർ ചെയ്യണത് കേട്ടോ. എല്ലാ ഷോർട്ട് വീഡിയോസും ഒന്നും ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് എഡിറ്റ് ചെയ്തൊന്നും ഉണ്ടാക്കുന്നതല്ല. എൻ്റേതായ രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ കാണണം. കുറേ നേരം കുത്തിയിരുന്നാണ് എഡിറ്റൊക്കെ ചെയ്യുന്നത്. ആ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ട് എനിക്ക് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റേതായ രീതിയിൽ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ചില വീഡിയോസ് മാത്രം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത് സത്യം തന്നെയാണ്. കാരണം നമ്മൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് അടിപൊളി ഐഡിയ ആണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ കൊള്ളാവും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യണേ. ഇനി അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.
നിങ്ങൾക്ക് വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ അനുസരിച്ച് വ്ളോഗ്സ് ചെയ്യാം, വ്ളോഗ് വീഡിയോ ചെയ്യാം. ചിലവർക്കൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത്, മീൻസ് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വല്ല റിവ്യൂസോ സ്കിൻ കെയറോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളൂ ഗായ്സ്, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ലവ് യു ആൻഡ് ബൈ.